السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അർഹമുറാഹിമായ അള്ളാഹു മുത്തുനബിയുടെയും അവിടുത്തെ ഖുലഫാക്കളായ സിദ്ദീഖുൽ അക്ബർ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, ജന്നത്തുൽ ബഖീൽ അന്തിയുറങ്ങുന്ന സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അസദുല്ലാഹിൽ ഗാലിബ്, ഇമാമുൽ മശാരിഖ് വൽ മഗാരിബ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, ബാക്കി സ്വഹാബിമാർ എല്ലാവരുടെയും ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ശുഹദാക്കളാണ് അവർ. ദീനിന് വേണ്ടിയിട്ട് പോരാടിയവരാണ്, ജീവിതം ദീനിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയവരാണ്. അങ്ങനെയുള്ള 10,000 ജന്നത്തുൽ ബഖീലുണ്ട്, അതുപോലെ പല സ്ഥലത്തുമുണ്ട്. അവരുടെയൊക്കെ ബഹുമതി കൊണ്ട് അള്ളാഹു നമ്മെ ഹൈറിലാക്കി തരട്ടെ. ആമീൻ. പറഞ്ഞു വെച്ചത്, ക്ഷമ ഒരിക്കലും കൈവിടാൻ പാടില്ല. നിസ്കാരവും മനുഷ്യ വിജയത്തിന് വളരെ അത്യുത്തമമാകുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, ക്ഷമാശീലന്മാരോട് കൂടെയാണ് അള്ളാഹു ഉള്ളത്. അള്ളാഹുവിന്റെ സഹായം ക്ഷമിക്കുന്നവർക്ക് എപ്പോഴും ഉണ്ടാകുമെന്ന്. ക്ഷമ വളരെ കൂടുതൽ ആവശ്യമുള്ള രംഗമാണ് യുദ്ധക്കളം. ശത്രുവുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് ശത്രു വിജയിക്കണം എന്നൊരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. നാം യുദ്ധം ചെയ്യുന്നത് ദീനിന് വേണ്ടി, ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി. എന്ന് വെച്ചാൽ ദീനിന്റെ ആളുകളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുമ്പോൾ, ദീനനുസരിച്ച് പ്രവർത്തിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം തരാതിരിക്കുമ്പോൾ മാത്രമാണ്. അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്ത് നാം വിജയിക്കണം, നമ്മുടെ ദീന് വിജയിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെ ക്ഷമാശീലരായിട്ട് തന്നെ യുദ്ധത്തിൽ നിലകൊള്ളണം. അങ്ങനെ യുദ്ധത്തിൽ നിലകൊള്ളുമ്പോൾ ചിലപ്പോൾ ഈ ലോകത്തോട് വിട പറയേണ്ടി വരും. അപ്പോഴോ അവന് അള്ളാഹു വലിയ പദവി നൽകും. അതാണ് പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. ولا تقولوا, നിങ്ങൾ പറയാൻ പാടില്ല, ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെടുന്ന യോദ്ധാക്കളെ പറ്റി, ശുഹദാക്കളെ പറ്റി പറയരുത്. അംവാത്തുൻ, അവർ മരണമടഞ്ഞവരെന്ന് പറയരുത്. ബൽ, പക്ഷേ, അഹയ്യ ഉൻ, അവർ ജീവിച്ചിരിക്കുന്നവർ തന്നെയാകുന്നു. അവരെ പറ്റി മരിച്ചവരെന്ന പ്രയോഗം പോലും പാടില്ല. അപ്പൊ ക്ഷമിച്ചവർക്ക് അള്ളാഹു നൽകുന്ന വലിയ പദവിയാണത്. അവരെ പറ്റിയുള്ള പദപ്രയോഗം ബാക്കിയുള്ളവരെ പറ്റിയുള്ള പ്രയോഗത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അവർ മരിച്ചവരെന്ന് പറയാൻ പോലും പാടില്ല. പിന്നെ അവർ ജീവിച്ചിരിക്കുന്നവരാകുന്നു. അള്ളാഹു അവർക്ക് വലിയ പദവി നൽകുന്നത് കൊണ്ട് അവർ സ്വർഗലോകത്ത് പാറിപ്പറക്കുന്നവരാകുന്നു. വലാക്കിൻ, പക്ഷേ, ലാ തശ്ഉറൂന, നിങ്ങൾക്ക് അവരുടെ ആ ജീവിതത്തെ കുറിച്ച് അറിയില്ല. അത് എങ്ങനെയെന്ന്. അത് ചില കാര്യങ്ങൾ അനുഭവിച്ചാലല്ലേ അറിയൂ. മറ്റു ചില കാര്യങ്ങൾ കേട്ടാൽ അത് വിശ്വസിക്കലല്ലാതെ നിങ്ങൾക്കത് തിരിയില്ല. ഇവിടെ ഉണർത്തിയത്, വളരെയേറെ ക്ഷമ ആവശ്യമുള്ള യുദ്ധക്കളത്തിൽ ക്ഷമിക്കുകയും എന്നിട്ട് തൻ്റെ ശരീരം, തൻ്റെ സമ്പത്ത്, തൻ്റെ ഉടയവർ എല്ലാവരെയും ഒഴിവാക്കേണ്ടി വരുമ്പോൾ ഒഴിവാക്കിയിട്ട് ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ക്ഷമാശീലനായിട്ട് കഴിയുകയും ചെയ്യുന്നവന് കിട്ടുന്ന പാരത്രികമായ ഗുണങ്ങളാണ്, അവന്റെ മർത്തബയാണ് ഈ പറഞ്ഞത്. വലനബ്ലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബ്ലുവന്നകും, തീർച്ചയായും നിങ്ങളെ ഞാൻ പരീക്ഷിച്ചെന്നിരിക്കും. ബിശൈഇം മിനൽ ഖൗഫി, ഭയത്തിൽ നിന്നുള്ള ഒരു കാര്യം കൊണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയം വരുന്ന കാര്യങ്ങൾ ഉണ്ടാകും. വൽ ജൂഇ, മറ്റു ചിലപ്പോൾ വിശപ്പിൽ നിന്ന്. മറ്റു ചിലപ്പോഴോ വനഖ്സിൻ മിനൽ അംവാലി, സമ്പത്തിൽ നിന്നുള്ള കുറവിൽ നിന്ന്. വൽ അൻഫുസി, നിങ്ങളുടെ എണ്ണത്തിൽ നിന്നുള്ള കുറവുണ്ട്. വസ്സമറാത്തി, പഴവർഗ്ഗങ്ങളുടെ കുറവ്. ഇങ്ങനെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. നിങ്ങളെ നാം പരീക്ഷിച്ചെന്നിരിക്കും. അന്നേരമൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്
ക്ഷമ മുറുകെ പിടിക്കണം. ക്ഷമിച്ചാലോ ബഷീർ നബിയെ സന്തോഷ വാർത്ത അറിയിക്കൂ. ആ സ്വാബിരീന ക്ഷമാശീലന്മാർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ. അവർക്ക് ഈ ലോകത്ത് ചിലപ്പോൾ പരലോകത്ത് ഉറപ്പായിട്ടും അതിന്റെ ഗുണഫലം ലഭിക്കുക തന്നെ ചെയ്യും. എന്താ പറഞ്ഞത്? ചിലപ്പോഴൊക്കെ ഭയപ്പെടുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായെന്ന് വരും. പ്രത്യേകിച്ച് യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ കടന്നുകയറ്റം നിങ്ങളെ ഭയപ്പെടുത്തിയെന്ന് വരും. നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെട്ടെന്ന് വരും. വളരെ വലിയ ഭയം നിങ്ങളിലേക്ക് കടന്നുകൂടും. മറ്റു ചിലപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ ദൗർബല്യം കൊണ്ട് നിങ്ങൾ കുടുങ്ങിയെന്ന് വരും. ശത്രുക്കൾ ചിലപ്പോൾ ഉപരോധമുണ്ടാക്കും, ഭക്ഷണം തടഞ്ഞു വെക്കും, ഉള്ള ഭക്ഷണം നിങ്ങൾക്ക് നൽകിയത് തന്നെ നിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വരും. വിശപ്പ് സഹിക്കേണ്ടി വരും. എത്ര യുദ്ധത്തിൽ സ്വഹാബിമാര് തുണി മുറുക്കിയെടുത്ത് യുദ്ധത്തിന്റെ ക്രമങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ചരിത്രത്തിലുണ്ടല്ലോ. വനഖുസുമിനുൽ അംവാലി, സമ്പത്തിൽ നിന്നുള്ള കുറവുണ്ട്. ബദർ യുദ്ധകാലത്തെ കുറിച്ച് ഓർത്തു നോക്കൂ. വെറും കൈ മാത്രമാണ് ഉണ്ടായിരുന്നത്. ചിലരുടെ കയ്യിൽ ചില എല്ലിന്റെ കഷ്ണങ്ങളാണ്. യുദ്ധത്തിന് പോകുന്ന യോദ്ധാക്കളെ പറ്റിയാ പറയുന്നത്. മറുഭാഗത്ത് എല്ലാവിധ ആയുധങ്ങളും പരിപൂർണമായിട്ട് വരുന്നവരോട് ഏറ്റുമുട്ടാൻ പോകുന്നവര് എല്ലും കൊള്ളിയുമായിട്ടാണ് പോയിരുന്നത്. ചിലരുടെ കയ്യിൽ മാത്രം വാളുണ്ടായിരുന്നു, ഏതാനും കുതിരകൾ മാത്രം ഉണ്ടായിരുന്നു. ഇങ്ങനെ സമ്പത്തിൽ നിന്ന് വളരെ കുറവല്ലേ അന്നുണ്ടായത്. വൽ അംഫുസി, ബദർ യുദ്ധത്തിൽ തന്നെ നോക്കൂ, എണ്ണത്തിൽ വളരെ കുറവല്ലേ. 1000 ഇവരതിന്റെ 1/3 ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വസ്സമറാത്തി, അതുപോലെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ, വസ്തുക്കൾ, പഴങ്ങൾ, ഇതൊക്കെ കുറഞ്ഞെന്ന് വരും. അതൊക്കെ ഇഹലോകത്തിൽ പതിവാണ്. അതൊക്കെ പരീക്ഷണങ്ങളാണ്. ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്ഷമ മുറുകെ പിടിക്കലാകുന്നു. ക്ഷമ മുറുകെ പിടിച്ചാലോ ബശ്ശിരി സ്വാബിരീന, ക്ഷമാശീലന്മാർക്ക് നബിയെ തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കൂ. അവർക്ക് പരലോകത്തുള്ള പ്രതിഫലമാണ്, സന്തോഷകരമായ അവസ്ഥയാണ് നേരത്തെ പറഞ്ഞത്. ക്ഷമാശീലന്മാർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഇതാ: അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലദീന, എങ്ങനെയുള്ള ക്ഷമാശീലന്മാരാകുന്നു, ഇദാ അസ്വാബത്ഹും, അവർക്ക് എത്തിയാൽ, മുസീബത്തുൻ, ഏതു വിധത്തിലുള്ള ആപത്ത് അവർക്ക് എത്തിയാലും, ഖാലൂ, അവർ പറയും, ഇന്ന, തീർച്ചയായും നാമെല്ലാം, ലില്ലാഹി, അള്ളാഹുവിന്റെ പടപ്പുകളാകുന്നു, അള്ളാഹുവിനുള്ളവരാകുന്നു, വൈന്ന, തീർച്ചയായും നാം, ഇലൈഹി, അള്ളാഹുവിലേക്ക് തന്നെ, റാജിഊന, മടങ്ങിപ്പോകേണ്ടവരാകുന്നു എന്നവർ പറഞ്ഞിട്ട് അവരുടെ മനസ്സിനെ, അവരുടെ ശരീരത്തെ അവർ ക്ഷമയുള്ളവരാക്കി മാറ്റും. ആപത്തുകളിൽ നിന്നുള്ള ഏത് ആപത്ത് വന്നാലും, മുസീബത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ആപത്താവട്ടെ വലിയ ആപത്ത്, വളരെയേറെ നേരത്തെ പറഞ്ഞ ഭയമുണ്ടാക്കുന്ന ആപത്തുകൾ, സമ്പത്തിന്റെ നഷ്ടം, ശരീരത്തിന്റെ നഷ്ടം, വിശപ്പ്, കാഠിന്യം, സമ്പൽ സമൃദ്ധമായ അവസ്ഥയുണ്ടായിരുന്നു, അതൊക്കെ മാറിയിട്ട് ഉൽപ്പന്നങ്ങളൊക്കെ കുറഞ്ഞു പോയി, കൃഷി നശിച്ചു, ഏത് വന്നാലും അവർ പറയാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. മഹദിയായ ആയിഷയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വീട്ടിലുണ്ട്. അന്നേരം വിളക്ക് പെട്ടെന്ന് കെട്ടുപോയി. ചിമ്മിനി വിളക്ക് കെടാൻ എന്താ പ്രയാസം, പെട്ടെന്ന് കെട്ടു. അതൊരു ചെറിയ ഒരു ഇതല്ലേ. അന്നേരം റസൂലുള്ളാഹി പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആയിഷ ബീവി ചോദിച്ചു, എന്താണ് നബിയെ ഇത്ര വലിയൊരു ആപത്ത്, നമ്മുടെ വിളക്ക് കെട്ടില്ലേ? അപ്പൊ അത്ര നിസ്സാര കാര്യങ്ങൾക്ക് പോലും ചെയ്യേണ്ടത് ഇങ്ങനെയാകുന്നു. ഇങ്ങനെയാണ് ഇസ്ലാം പറയുന്നത്. ചെറിയതോ വലിയതോ ആയ ആപത്തുകൾ ഏത് വരുമ്പോഴും പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. എന്താണ്? അള്ളാഹുവിലേക്കുള്ള മടക്കയാത്രയെ കുറിച്ച് ഈ ചെറിയതൊക്കെ ഓർമ്മപ്പെടുത്തണം എന്നർത്ഥം. എല്ലാ നേരത്തും ആ ഓർമ്മ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ദിക്റ്, ഈ ഖുർആൻ വചനം ഓതണം. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഉലായിക്ക, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന വിഭാഗം, അലൈഹിം, അവരുടെ മേലുണ്ട്, സ്വലവാത്തും മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനമുണ്ട്, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്. അള്ളാഹു ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകളോ കുറ്റങ്ങളോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചെങ്കിൽ അള്ളാഹു അതൊക്കെ പുറത്തു കൊടുക്കും. റഹ്മത്തുൻ, അവന്റെ ഭാഗത്തിൽ നിന്നുള്ള കാരുണ്യവും ഉണ്ട്. ഉലായിക്ക, ഇത്തരത്തിലുള്ള ആളുകൾ, ഹും, അവർ, അൽ മുഹ്തദൂൻ, അവർ സന്മാർഗം ലഭിച്ചവർ തന്നെയാകുന്നു. എന്താ കാരണം? അവർ ക്ഷമിക്കേണ്ട രംഗത്തൊക്കെ നന്നായിട്ട് ക്ഷമിച്ചു. ഏത് വിധത്തിലുള്ള ബുദ്ധിമുട്ട് വരുമ്പോഴും അവര് അടിപതരാതെ നിന്ന്
ക്ഷമിച്ചു. മാത്രമല്ല, ഏത് ആപത്തെത്തിയപ്പോഴും ചെല്ലേണ്ടത് ചെല്ലി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി അത് മനസ്സിലുറപ്പിച്ചു. ഇങ്ങനെയുള്ള വിഭാഗമായതുകൊണ്ട് അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള പാപമോചനമുണ്ട്, പ്രത്യേകിച്ച് അവന്റെ കാരുണ്യവുമുണ്ട്. ഇവരാകുന്നു യഥാർത്ഥത്തിൽ സന്മാർഗികൾ. ഇവരെ കണ്ടുകൊണ്ടാണ് പഠിക്കേണ്ടത്. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ക്ഷമയെപ്പറ്റി പറഞ്ഞല്ലോ. ക്ഷമ 3 വിധവുമുണ്ട്. ഒന്ന് ആപത്തുകൾ വരുമ്പോഴുള്ള ക്ഷമ, മറ്റൊന്ന് തെറ്റുകുറ്റങ്ങളെയും വിട്ടുള്ള ക്ഷമ, അതിലേക്ക് പോകാതെ, മറ്റൊന്ന് ഇബാദത്തുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ക്ഷമ. ഇങ്ങനെ 3 വിധമാണല്ലോ. ആ ഇബാദത്തുകളിലെ വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ് ഹജ്ജ്, ഉംറ എന്ന നുസുക്ക്. ഈ നുസുക്കിന്റെ സന്ദർഭത്തിൽ വളരെയേറെ ക്ഷമിക്കേണ്ടതുമുണ്ട്. അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നത് വളരെ സൂക്ഷിക്കേണ്ടതുമുണ്ട്. അതിന്റെ രംഗത്തെക്കുറിച്ച് പറയാം. ഇന്ന സ്വഫ, തീർച്ചയായും സ്വഫ എന്ന മല, വൽ മറുവത്ത, മറുവ എന്ന മലയും, മിൻ ശആഇരില്ലാഹി, അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാകുന്നു. ചരിത്രങ്ങൾ പറയാനുള്ള, ചരിത്രങ്ങൾ ഉറങ്ങുന്ന മലകളാണ് സ്വഫ, മറുവ. മഹദിയായ ഹാജിറ ഉമ്മ ബീവി ഇസ്മായിൽ അലൈഹിസ്സലാമിനെ കഅബാലയത്തിന്റെ മുറ്റത്ത് കിടത്തി ഒരു തുള്ളി ജലമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് വെള്ളമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ആരെങ്കിലും സഹായത്തിന് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, അതാ ആ കഅബാലയത്തിന്റെ ഹജറുൽ അസ്വദിന്റെ മൂല മുതൽ നേരെ അങ്ങോട്ട് പോയാൽ കാണുന്ന ആ സഫാ മലയുടെ മുകളിൽ കയറി അവിടെയൊക്കെ നോക്കി ആരെങ്കിലും സഹായിക്കാനുണ്ടോ, ഒരല്പം വെള്ളം കിട്ടാനുണ്ടോ എന്ന്. അവിടെ മുതൽ അങ്ങനെ അങ്ങോട്ട് നടന്നു. ഒരല്പ സ്ഥലത്ത് ഇസ്മായിൽ കുട്ടിയെ കാണാത്ത മറയുണ്ടായിരുന്നു. അവിടെ നിന്ന് ഓടി, എന്നിട്ട് അപ്പുറത്തെത്തി, എന്നിട്ട് പിന്നെയും വെള്ളം ഇങ്ങനെ അന്വേഷിക്കുന്നു. ആ യാത്ര മറുവ മല വരെ പോയി, ഏകദേശം ഒരു 3/4 കിലോമീറ്റർ. അങ്ങനെ ആ ഓടിയ ഓട്ടം ഇസ്ലാമിക ചരിത്രത്തിലെ മഹാസംഭവമാണ്. അതിനെ ഇന്നും അള്ളാഹു നിലനിർത്തുന്നു. ഇന്ന സ്വഫാ വൽ മറുവത്ത, തീർച്ചയായും സ്വഫാ മലയും മറുവ മലയും മിൻ ശആഇരില്ലാഹി, അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാകുന്നു. മറന്നു പോകാൻ പാടില്ല. അങ്ങനെയുള്ള സംഭവ ചരിത്രങ്ങൾ അതിന് പറയാനുണ്ട്. അതുകൊണ്ട് ഫമൻ ഹജ്ജൽ ബൈത്ത, ആരെങ്കിലും ഹജ്ജ് കഅബാലയത്തിൽ വന്ന് ഹജ്ജ് നിർവഹിക്കുന്നുവെങ്കിൽ, അവ്യഅ്തമറ, അല്ലെങ്കിൽ ഉംറ നിർവഹിക്കുന്നുവെങ്കിൽ, ഫലാ ജുനാഹ അലൈഹി, അവന്റെ മേൽ യാതൊരു തെറ്റുമില്ല, യത്തവഫ ബിഹിമ, സ്വഫയിലും മറുവയിലും അവൻ സഅയ് ചെയ്യൽ യാതൊരു കുറ്റമില്ല. കുറ്റമില്ലെന്ന് മാത്രമല്ല, അത് ചെയ്തേ പറ്റൂ. അത്ര ഉത്തമമായ കാര്യമാകുന്നു. അത് ഒഴിവാക്കിയാൽ ഹജ്ജുമില്ല, ഉംറയുമില്ല. വമൻ തതവ്വ, ആരെങ്കിലും കൂടുതലായിട്ട് ചെയ്താൽ, ഖൈറൻ, ഗുണകരമായ കാര്യത്തെ ആരെങ്കിലും വർദ്ധിപ്പിച്ചാൽ, ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, ഷാക്കിറുൻ, അവന്റെ ശുക്രിന് നന്ദി ചെയ്യുന്നവനാകുന്നു, പ്രതിഫലം നൽകുന്നവനാകുന്നു, അലീമുൻ, എല്ലാം അറിയുന്നവനാകുന്നു. ചുരുക്കത്തിൽ സ്വഫാ മലക്കും മറുവ മലക്കും മഹത്തായ ചരിത്രം പറയാനുണ്ട്. അത് ലോകാവസാനം വരെ ആ ഓർമ്മ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് മഹാന്മാരെ കുറിച്ച് ഓർക്കരുതെന്നും അവരുടെ സംഭവത്തിലേക്ക് മനസ്സ് പോകരുതെന്നൊക്കെ വെറുതെ പറയണം. അള്ളാഹു പറയുന്നത് ഇതിലൊക്കെ ഉണ്ട് എന്നാണ്. സ്വഫയുടെയും മറുവയുടെയും ഇടയിൽ ഓടുന്ന ഒരു മനുഷ്യന് ഈ ചരിത്ര സംഭവം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായേ പറ്റൂ, ഇല്ലാതിരിക്കില്ല, ഉറപ്പാണത്. സ്വഫയും മറുവയും ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഹജ്ജ് ഉംറ നിർവഹിക്കുന്നുവെങ്കിൽ ഇതിനിടയിൽ നടന്നേ പറ്റൂ. അപ്പൊ ഇവിടെ ഒരു പ്രയോഗം നടത്തി, ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ, ഹജ്ജോ ഉംറയോ ചെയ്യുമ്പോൾ ഈ 2 സ്ഥലങ്ങളിൽ കറങ്ങുന്നതിന്, സഅയ് ചെയ്യുന്നതിന് തെറ്റില്ല. തെറ്റില്ല എന്നല്ലല്ലോ പറയേണ്ടത് അത് ചെയ്തേ പറ്റൂ എന്നല്ലേ. ആ പറഞ്ഞതിന്റെ അർത്ഥം, ഒരു കാലത്ത് കഅബാലയത്തിന്റെ ഉള്ളിൽ ഒരു സ്ത്രീ മറ്റൊരു പുരുഷൻ പ്രവേശിച്ചു. അവരതിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടുന്ന ഇബാദത്തൊക്കെ ചെയ്തതിന് ശേഷം മനസ്സിൽ ഒരു ചീത്ത ചിന്ത വന്നു. ആ ചിന്ത അങ്ങനെ കാട് കയറിയിട്ട് അവസാനം എത്തിയത് മഹാവൃത്തികേടിലാകുന്നു. ലോകം മുഴുവൻ ഏറ്റവും വൃത്തികേടെന്ന് പറയുന്ന ആ കാര്യത്തിലേക്ക് ഇവരുടെ മനസ്സെത്തിയത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കഅബാലയം, അത് തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. എന്നിട്ടോ അവരാ വൃത്തികെട്ട കാര്യം അവിടെ വെച്ച് ചെയ്തു.
തെറ്റ് ചെയ്തത് മഹാഗുണമുള്ള സ്ഥലത്തിന്റെ മധ്യത്തിൽ വെച്ച്. അള്ളാഹു രണ്ടുപേരെയും കരിങ്കല്ലുകളാക്കി മാറ്റി. ഇയാൾ പുരുഷ കരിങ്കല്ല്, മറ്റത് സ്ത്രീ പ്രതിമയായി മാറി. ഇത് അവർക്ക് മുഴുവൻ പാഠമായിരുന്നു. അവരത് പുറത്തേക്ക് വലിച്ചിട്ടു. കാണുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും കഅബാലയത്തിലും പരിസരത്തും എന്നല്ല, ജീവിതത്തിലൊന്നും തെറ്റ് ചെയ്യരുത് എന്ന ഓർമ്മക്ക് വേണ്ടിയിട്ട് അവരതിങ്ങനെ കാണൽ പതിവുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രതിമ സൊഫയിലും മറ്റൊരു പ്രതിമ മറുവയിലും അവർ കൊണ്ടുപോയി വെച്ചു. അപ്പോ തവാഫ് ചെയ്ത് കഴിഞ്ഞിട്ട് സഫ മറുവയുടെ സായിലേക്ക് എത്തിയാൽ ഈ പ്രതിമ അവർ കാണൽ പതിവുണ്ടായിരുന്നു. ആ കാണുമ്പോൾ ഈ തെറ്റിനെ കുറിച്ചും ഈ കുറ്റത്തെക്കുറിച്ചൊക്കെ ഓർക്കും. അത്തരം തെറ്റുകളിലേക്ക് നമ്മുടെ മനസ്സ് പോകരുതെന്ന് അവരുടെ മനസ്സ് മന്ത്രിക്കും. അതനുസരിച്ച് അവർ ശപഥം ചെയ്യുകയും ചെയ്യും. അതൊക്കെ പതിവായിരുന്നു. കാലാന്തരത്തിൽ ഈ ചിന്ത മാറിയിട്ട് പിന്നെ ഈ പ്രതിമകൾക്ക് സുജൂദ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മഹാവൃത്തികേട്, ആ വൃത്തികേട് തന്നെ വൃത്തികേട് ചെയ്ത പ്രതിമകളുടെ പിന്നിൽ ഇങ്ങനെ ഒരു പതിവുണ്ടായി. അങ്ങനെ വന്നപ്പോൾ പരിശുദ്ധമായ ഖുർആൻ അതിനെ നേരെ എതിർത്തു. ചെയ്യാൻ പാടുള്ളതല്ലല്ലോ. അപ്പൊ സ്വഹാബിമാർക്ക് ഇതിന്റെ അടുത്ത് സുജൂദ് ചെയ്യലും ഇബാദത്ത് ചെയ്യലും അതുമാത്രമല്ല വെറുപ്പ്, സഫാ മറുവയുടെ ഇടയിൽ സഈ ചെയ്യൽ തന്നെ ഒരു മനസ്സിന് വല്ലാത്തൊരു വിഷമമായിട്ട് അനുഭവപ്പെട്ടു. ഇതിരിക്കുന്ന സ്ഥലമാണല്ലോ അത്. അതിന് പറഞ്ഞതാണ് അത് വേറെ ഇത് വേറെ. ആ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കണ്ട. ആ പ്രതിമയുടെ ഭാഗത്ത് ഇവർ ചെയ്തിരുന്ന ആ സുജൂദ്, ആ റുക്കൂ, അതൊക്കെ പിന്നീടുണ്ടായതാണ്. അതൊരിക്കലും ചെയ്യരുത്. ഇത് ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല. അപ്പൊ ആ വിരോധമല്ല എന്നുള്ള പ്രയോഗം ഇത് വിരോധമുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്ന മനസ്സുകളോടുള്ള പറച്ചിലാണ്. വൈകുന്നേര സമയത്ത് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ കുട്ടികളൊക്കെ ദിക്ർ ചെല്ലേണ്ട സമയമാണ്. അപ്പൊ വീട്ടില് കുട്ടികളൊക്കെ ചെല്ലുന്നത് ഒരുത്തൻ ഇരുന്നിട്ട് ചെല്ലുന്നില്ല, അവൻ കളിക്കാതിരിക്കാണ്. അപ്പൊ അവന്റെ രക്ഷിതാക്കൾ പറയടാ അഹമ്മദേ, ഈ അനക്കിപ്പോ ഒരു 10 ദിക്ർ ചെല്ലിന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടാ എന്ന് പറയലുണ്ട്. ആ പ്രയോഗമാണത്. അതാണ് ഇവിടെ പഠിപ്പിച്ച്. സൊഫയും മർവയും ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സംഭവങ്ങളാകുന്നു, ദീനിന്റെ വലിയ ചിഹ്നമാകുന്നു. അതുകൊണ്ട് ഹജ്ജ് ഉംറ നിർവഹിക്കുന്നവൻ അവിടെ തവാഫ് നിർവഹിച്ചേ പറ്റൂ എന്നാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം. നല്ല കാര്യങ്ങൾ ആര് വർധനവോടുകൂടെ ചെയ്താലും അള്ളാഹു അതിന് വലിയ കനപ്പെട്ട അനുഗ്രഹം നൽകും. ഫഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു തആല ഷാക്കിറുൻ എന്നാൽ നന്ദി ചെയ്യുന്നവനാണെന്ന് പറഞ്ഞാൽ ഈ നന്ദി ചെയ്യുന്നവന് കനപ്പെട്ട പ്രതിഫലം നൽകുന്നവനാകുന്നു. അലീമുൻ, ഇവന്റെ ഈ നൽകാര്യങ്ങളെല്ലാം അറിയുന്നവനും ആകുന്നു. ഇതൊക്കെയാണ് ദീനുൽ ഇസ്ലാമിന് പറയാനുള്ളത്. അപ്പോ മുൻകാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ റസൂലുള്ള അങ്ങനെ വിവരിക്കുന്നുണ്ടല്ലോ. ഇത് റസൂലുള്ളയാണ് എന്നതിന് തെളിവാണ്. എന്നാൽ ഈ തെളിവുകളൊക്കെ അറിയുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട് ഇവിടെ. അവര് യാഥാർത്ഥ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് യാഥാർത്ഥ്യം മൂടി വെച്ചിട്ട് നീങ്ങാണ്. അവരെ പറ്റി 2 വാക്ക്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം, യക്തുമൂന മാ അൻസൽനാ, നാം ഇറക്കിയതിനെ അവർ മറച്ചു വെക്കുന്നു, മൂടി വെക്കുന്നു, മിനൽ ബയ്യിനാതി, തെളിവുകളാൽ, വൽ ഹുദ, സന്മാർഗങ്ങളാലും. അപ്പൊ അള്ളാഹു ഇറക്കിയ തെളിവുകൾ, അള്ളാഹു നൽകിയ ഹുദ, സന്മാർഗം, അത് അവരുടെ കൈവശമുണ്ട്. ജൂതന്മാർക്കും നസാറാക്കൾക്കും അത് അള്ളാഹു അവരുടെ കിതാബിലായിട്ട് നൽകിയിട്ടുണ്ട്. എന്നിട്ട് അതവർ മൂടിവെച്ചു. മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി, അവരിൽപ്പെട്ട ജനങ്ങൾക്ക് നാം അതിനെ വിശദീകരിച്ചു കൊടുത്ത ശേഷം ഫിൽ കിതാബി, ആ കിതാബിലായിട്ട്. അപ്പൊ അവർക്ക് കിതാബ് നൽകുകയും ആ കിതാബിലുള്ള ആശയങ്ങൾ അവർക്ക് വ്യക്തമായിട്ട് നൽകുകയും ചെയ്തു. ഇങ്ങനെ എല്ലാം അറിയുന്ന ഇവർ അറിഞ്ഞുകൊണ്ട് മൂടിവെച്ചാൽ അത് വളരെ ഗൗരവമുള്ളതല്ലേ? ഇങ്ങനെ മറച്ചു വെക്കുന്നതായി ഭാഗം അവരെ പറ്റി പറയാനുള്ളത്, ഉലായിക്ക, അത്തരത്തിലുള്ള ആളുകൾ, യൽഅനുഹുമുല്ലാഹു, അല്ലാഹു തആല അവരെ ശപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉലായിക്ക എന്നുള്ള പ്രയോഗം ഈ പറയപ്പെട്ട കാര്യം അവർ ചെയ്തതുകൊണ്ട് തന്നെ അവർ യൽഅനുഹുമുല്ലാഹു, അല്ലാഹു തആല അവരെ ശപിച്ചുകൊണ്ടേയിരിക്കുന്നു. ശപിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് വിദൂരരാക്കുന്നു. കാരുണ്യത്തിലേക്ക് അവരെ അടുപ്പിക്കുകയില്ല, വളരെ മോശമാക്കിയിട്ട് അവരെ താഴ്ത്തുന്നു. വയൽഅനുഹും, മാത്രമല്ല അവരെ ശപിക്കുന്നു, അല്ലായിനൂന, ശപിക്കുന്നവരെല്ലാം, ശപിക്കാൻ അർഹതയുള്ള എല്ലാവരും. അപ്പൊ ആകാശസേനകളാകുന്ന മലക്കുകളും അമ്പിയാക്കളും അങ്ങനെ ലോകത്തുള്ള നന്മയുടെ വാഹകരെല്ലാം, നന്മയുടെ ആളുകളെല്ലാം, നന്മയുടെ വ്യക്തികളെല്ലാം ഇവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായി ശാപം കിട്ടാൻ കാരണം? ശാപം കിട്ടാൻ കാരണം
അള്ളാഹു ഇവർക്ക് മനസ്സിലാക്കി കൊടുത്ത യാഥാർത്ഥ്യം മൂടി വെച്ചാൽ ഉണ്ടാകുന്ന ഇവര് ആ ഗുണങ്ങൾ സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, ഇവരെ കണ്ടുകൊണ്ട് നന്മയിലേക്ക് വരേണ്ടവരെ തടുക്കുകയും കൂടി അതിലുണ്ട്. ഇങ്ങനെ നന്മക്ക് മുഴുവൻ തടസ്സക്കാരായ ഇവരെ അള്ളാഹു തആല സ്വീകരിക്കുന്നത് ഇങ്ങനെയാണ്, ശാപം നൽകിക്കൊണ്ടാണ്. അതികഠിനമായ വിദൂരത, കാരുണ്യത്തെ തൊട്ട് വിദൂരത നൽകിക്കൊണ്ടാണ്. അള്ളാഹു ശപിക്കുന്നു എന്ന് മാത്രമല്ല, നല്ലവരെല്ലാം ഇവരെ ശപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യം ചെയ്തതുകൊണ്ട് ഇത്രയും വലിയ ഗൗരവമുള്ള ശിക്ഷയാണ് ലഭിക്കുന്നതെങ്കിൽ സത്യം ഒരിക്കലും മൂടിവെക്കാൻ പാടില്ല. അറിയുന്ന സത്യം തുറന്നു പറയേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ ഈ ക്രമത്തിലൊക്കെ ജീവിച്ചിട്ട് പിന്നീട് നന്നായവരുണ്ട്. അവരോ ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ ഫഉലൈക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം. ഇല്ലല്ലദീന താബു, പശ്ചാത്തപിച്ച് മടങ്ങിയവരൊഴികെ. അവരെ അള്ളാഹു തആല ശപിക്കുമോ? അവരെ ശപിക്കില്ല. അവർക്ക് നേരത്തെ ഈ പറയപ്പെട്ട ദുർഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവര് നൽഗുണങ്ങളുള്ളവരായി തീർന്നു. അവര് പശ്ചാത്തപിച്ച് മടങ്ങി. വാസ്ലഹു, അവരുടെ ജീവിതക്രമവും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവർ നന്നാക്കുകയും ചെയ്തു. ബയ്യനു, വിശദീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ വിശദീകരിച്ചു. മഹാനായ അബ്ദുല്ലാഹിബിൻ സലാം എന്ന സ്വഹാബിയുണ്ട്. ആ സ്വഹാബി ജൂതമതത്തിലെ പണ്ഡിതനായിരുന്നു. അദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് വരികയും എന്നിട്ട് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഇത് മാത്രമാണ് ശരി, ഇതല്ലാത്തതൊക്കെ യാഥാർത്ഥ്യത്തിന് എതിരാകുന്നു എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ അഹ്ലി കിതാബികളായ ജൂതന്മാർക്കും നസാറാക്കൾക്കുമൊക്കെ പാഠമാവുകയും ചെയ്തു. ഫൗലായിക്ക, അത്തരത്തിലുള്ള ആളുകൾ, അത്തൂബു അലൈഹിം, അവരുടെ മേൽ ഞാൻ തൗബയെ സ്വീകരിക്കും, അവരുടെ പശ്ചാത്തലത്തെ നാം സ്വീകരിക്കും. വാന, ഞാനാണെങ്കിലോ ആ തവ്വാബു, തൗബയെ വളരെയേറെ സ്വീകരിക്കുന്നവരാകുന്നു. ആര് ഏത് സമയത്ത് ഖേദിച്ചു മടങ്ങിയാലും, ആരതിന് തയ്യാറായാലും അവനെ സ്വീകരിക്കുക എന്നല്ലാതെ അവനെ നിരുത്സാഹപ്പെടുത്തുകയോ അവന്റെ ആ പശ്ചാത്താപത്തെ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നവനല്ല ഞാൻ. അത്തവാബു, തൗബയെ വളരെയേറെ സ്വീകരിക്കുന്നവനാകുന്നു. ഫഅല് എന്ന വസന്, ലറാബ്, അല്ലാമ്, ഇതൊക്കെ വളരെ എന്നുള്ള അർത്ഥമുണ്ട്. ലല്ലാം എന്ന് പറഞ്ഞ വലിയ അക്രമി എന്ന അർത്ഥം. കഫാർ എന്ന് പറഞ്ഞ വളരെ വലിയ നിഷേധി എന്നാണ്. അത്തവാബ് വളരെയേറെ തൗബയെ സ്വീകരിക്കുന്നവനാകുന്നു. അർറഹീമു, പരലോകത്ത് കരുണ ചെയ്യുന്നവനാകുന്നു. പരലോകത്താണല്ലോ ഈ ലോകത്ത് ചെയ്ത നന്മയുടെയും തിന്മയുടെയും ഫലവും അതിന്റെ വിഫലവും അറിയുന്നത്. ആ ലോകത്ത് കരുണ ചെയ്യുന്നവനാകുന്നു. ഇന്നല്ലദീന കഫറൂ വമാതൂ വഹും കുഫാറുൻ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായിക വന്നാസി അജ്മഈൻ. ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം. എങ്ങനെയുള്ള വിഭാഗമാകുന്നു? കഫറു, അവർ അവിശ്വസിച്ചു. അവിശ്വസിച്ചെന്ന് മാത്രമല്ല, അവ മാത്തു, അവർ മരണമടഞ്ഞു. വഹും കുഫാറുൻ, അവർ അവിശ്വാസികളായിരിക്കെ അവർ മരിച്ചു. അപ്പോ ജീവിതത്തിന്റെ അന്ത്യം വരെ ഈ തെറ്റുകുറ്റത്തിൽ തന്നെ നിലനിന്നു. അതിൽ നിന്നും ഒരിക്കലും മടങ്ങിയില്ല. തോപ ചെയ്ത് മടങ്ങിയ വിഭാഗത്തെ നേരത്തെ പറഞ്ഞു. അങ്ങനെയുള്ള വിഭാഗത്തിൽ ഇവർ പെട്ടില്ല. അപ്പൊ ഇവർ അവിശ്വാസികളായിട്ട് നടന്നു. അങ്ങനെ അവിശ്വാസികളായിട്ട് ജീവിച്ചിട്ട് അവിശ്വാസികളായിട്ട് തന്നെ മരിച്ചു. ഇങ്ങനെയുള്ളവർ ഉലായിക്ക, അത്തരത്തിലുള്ള ആളുകൾ, അലൈഹിം, അവരുടെ മേലിലാണ് ഉള്ളത് ലഅനത്തുല്ലാഹി, അള്ളാഹുവിന്റെ ശാപം, അവന്റെ കാരുണ്യത്തെ തൊട്ടുള്ള വിദൂരത, വൽ മലായികത്തി, മലക്കുകളുടെയും ശാപം, വന്നാസി അജ്മഈൻ, നല്ലവരായ സർവ്വജനങ്ങളുടെയും ശാപം ഇവരുടെ മേലാണുള്ളത്. അതുകൊണ്ട് ചെയ്യേണ്ടത് തെറ്റിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നന്മയിലേക്ക് മടങ്ങുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുമ്പോൾ അള്ളാഹു തവ്വാബാകുന്നു, വളരെയേറെ തൗബയെ സ്വീകരിക്കുന്നവനാകുന്നു. അവന്റെ തൗബയുടെ ബാബിനെ എപ്പോഴും തുറക്കപ്പെട്ടതാകുന്നു. ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻളറൂൻ. ഖാലിദീന, ഇവർ ശാശ്വതമായി വസിക്കുന്നവരാകുന്നു. ഫീഹ, ആ ശാപത്തിൽ. ശാപം ലഭിച്ചവരുടെ വാസസ്ഥലം അത് നരകമാകുന്നു. ആ നരകത്തിലെ സ്ഥിരതാമസക്കാരാകുന്ന ഇവർ ഒരിക്കലും തന്നെ ആ നരകത്തിൽ നിന്നൊരു വിമോചനം അവർക്ക് ഇല്ല. കാരണം അള്ളാഹുവിന്റെ ശാപം കിട്ടിക്കഴിഞ്ഞു. മലക്കുകളുടെ ശാപം അവർക്ക് കേൾക്കേണ്ടി വന്നു. സർവ്വ നല്ല ജനങ്ങളുടെ ശാപം അവർക്ക് കിട്ടിയെങ്കിൽ ഖാലിദീന ഫീഹ, അവർ ആ നരകത്തിൽ, ആ ശാപത്തിൽ ശാശ്വതമായി വസിക്കുന്നവരാകുന്നു. ലാ യുഖഫഫു അൻഹും, അവരെ തൊട്ട് ലഘൂകരിക്കപ്പെടുകയില്ല.
അൽ അദാബു, അദാബിനെ ലഘൂകരിക്കപ്പെടുകയില്ല. എല്ലാ സമയത്തും അവർക്ക് അദാബ് തന്നെ, അദാബ്, വളരെ അദാബ് തന്നെ. വലാഹും, അവർ അല്ലേ അല്ല, യുള്ളറൂന, അവർ അല്പം താമസം ചെയ്യപ്പെടുമോ, ശിക്ഷിക്കാനുള്ള സമയമായിട്ടുണ്ട്, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്ന് സമയമൊന്ന് നീട്ടിക്കിട്ടുമോ. വലാഹു യുള്ളറൂന, അവർക്ക് യാതൊരു നിലക്കും താമസം ചെയ്യപ്പെടുകയുമില്ല. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ ശിക്ഷയുള്ളത്. അതുകൊണ്ട് തന്നെ സത്യം മൂടി വെക്കാതെ സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് സത്യത്തിന്റെ ആളുകളായിക്കൊണ്ട് മുൻകാലത്ത് തെറ്റും കുറ്റമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ തൗബയുടെ വാതിലിക്കൽ എത്തുക, എന്നിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. എന്നാലേ രക്ഷപ്പെടാൻ കഴിയൂ. അല്ലെങ്കിലോ ശാശ്വതമായ നരകശിക്ഷയാണുള്ളത്. നരകശിക്ഷ എന്ന് പറഞ്ഞാൽ നരകത്തിലുള്ള മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്നു, അള്ളാഹുവേ, ഭൂമി ലോകത്തുണ്ടായിരുന്ന മണ്ണ്, ആ മണ്ണിന്റെ തരികളുടെ എണ്ണം, ആ എണ്ണത്തിന്റെ അത്ര വർഷം, ആ വർഷങ്ങളൊക്കെ കഴിഞ്ഞാലും ഞങ്ങൾക്കൊരു മോചനം കിട്ടുമോ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. ഉത്തരം ഇല്ല, ഇല്ല, അവർ ഖാലിദുകളാകുന്നു, എക്കാലത്തും അവിടെ വസിക്കേണ്ടവരാകുന്നു എന്നാകുന്നു. വഇലാഹുക്കും ഇലാഹും വാഹിദുൻ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇബാദത്താകുന്നു. ഇബാദത്തോ അള്ളാഹുവിന് അർഹതപ്പെട്ടതാകുന്നു. വഇലാഹുക്കും, നിങ്ങളുടെ ഇലാഹ്, ഇലാഹും വാഹിദുൻ, ഏകനായ ഇലാഹാകുന്നു. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ഇബാദത്തിന് അർഹനായിട്ട് ആരുമില്ല. ഈ വിശ്വാസം അടിത്തറയാകുന്നു. ഈ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ടതാവണം അവന്റെ ജീവിതം മുഴുവൻ. അർ റഹ്മാനു, അവൻ ഈ ലോകത്ത് എല്ലാവർക്കും കരുണ ചെയ്യുന്നവരാകുന്നു, ഒരുത്തരെയും വേർതിരിവില്ലാതെ. അവൻ പടച്ച സർവ്വ സൃഷ്ടികൾക്കും ഈ ലോകത്ത് ഗുണം ചെയ്യുന്നു. അതിൽ ഉള്ളവനുണ്ടാകും, നന്മക്കെതിരെ നീങ്ങുന്നവനുണ്ടാകും. എല്ലാവർക്കും കരുണ ചെയ്യുന്നു, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഈ ലോകത്ത് ഗുണം ചെയ്യുന്നവനാകുന്നു. അർ റഹീമു, അവൻ വഴിപ്പെട്ടവർക്ക് പരലോകത്ത്, അവർക്ക് മാത്രം പരലോകത്ത് ഗുണം ചെയ്യുന്നവനാകുന്നു. ഈ ലോകത്തുള്ള ഗുണം എല്ലാവർക്കുമാകുന്നു, വളരെ വ്യാപകമായതാകുന്നു. പരലോകത്തുള്ളതോ അത് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമാകുന്നു. ഈ ലോകത്തുള്ളത് വളരെ കുറവാണ്. ഒരുത്തന് കിട്ടുന്നത് ഒരു 100 കൊല്ലോ 150 കൊല്ലോ ഒക്കെയാണ്. പരലോകത്തുള്ളതോ അത് അവസാനിക്കാത്തതാകുന്നു. ഈ ലോകത്തുള്ളതോ നശിക്കുന്നതാകുന്നു, പരലോകത്തുള്ളതോ അത് എന്നെന്നും അവശേഷിക്കുന്നതാകുന്നു. അർഹമുർ റാഹിമായ അള്ളാഹു ഈ ലോകത്തും പരലോകത്തും അവന്റെ കാരുണ്യം നമുക്ക് ധാരാളം നൽകുമാറാവട്ടെ. ഈ ലോകത്ത് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ പരലോകത്തെ അനുഗ്രഹത്തിന് ഉപയോഗിക്കാൻ നമുക്കവൻ തൗഫീഖ് നൽകട്ടെ. ആമീന ആമീന ബിറഹ്മതിക യാ അർഹമർ